Hello, dear children. Welcome back to English class. We were discussing the chapter Gulliver's Travels. We have done some of the works. Now we can continue doing the works. Let's write. Look at the following examples. I was trying to climb over the fence when the giant saw me. ഇവിടെ ഒരു സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സെൻറ്റൻസ് എങ്ങനെയാണ്? ഐ വാസ് ട്രൈയിങ് ടു ക്ലൈംബ് ഓവർ ദ ഫെൻസ്. ഞാൻ ആ ഫെൻസിൻ്റെ, ആ വേലിയുടെ മുകളിലൂടെ ചാടിക്കടക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു, അല്ലേ? വെൻ ദ ജയൻറ്റ് സോ മീ, അപ്പോഴാണ് എന്നെ ജയൻറ്റ് കണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മലയാളം എങ്ങനെയാണ് വരിക? ആ ജയൻറ്റ് എന്നെ കണ്ടപ്പോൾ ഞാൻ ആ വേലി, ആ ഫെൻസ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ ഈ സെൻറ്റൻസിൽ വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിച്ചു കൊണ്ടിരുന്നത്? ഐ വാസ് ട്രൈയിങ് ടു ക്ലൈംബ് ഓവർ ദ ഫെൻസ്, ഇതല്ലേ സംഭവിച്ചു കൊണ്ടിരുന്നത്? ഞാൻ ആ ഫെൻസ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദിസ് വാസ് ഹാപ്പനിങ്, റൈറ്റ്? ദെൻ വാട്ട് ഹാപ്പൻഡ്? ഇതല്ലാതെ വേറെ എന്താണ് അവിടെ സംഭവിച്ചത്? ദ ജയൻറ്റ് സോ മീ, ആ ജയൻറ്റ് എന്നെ കണ്ടു, അല്ലേ? സോ ലൈക്ക് ദാറ്റ് ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ദി ഫാർമേഴ്സ് വൈഫ് വാസ് സ്ട്രോക്കിംഗ് ദ കാറ്റ് വെൻ ഹെർ 1-year-old son entered. സോ ഇൻ ദിസ് സെൻറ്റൻസ് വാട്ട് വാസ് ഹാപ്പനിങ്, എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? ദ ഫാർമേഴ്സ് വൈഫ് വാസ് സ്ട്രോക്കിംഗ് ദ കാറ്റ്. ദെൻ വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്? ഹെർ 1-year-old son entered, അവരുടെ 1 വയസ്സുള്ള കുട്ടി അവിടേക്ക് വന്നു, അല്ലേ? സോ ബോത്ത് ദ ആക്ഷൻസ് വേർ ഇൻ ദ പാസ്റ്റ്. ഇതിൽ 2 ആക്ഷൻസും പാസ്റ്റിലാണ് ഉള്ളത്, പാസ്റ്റ് ടെൻസിലാണ് 2 ആക്ഷൻസും ഉള്ളത്. വെൻ ദ ഫസ്റ്റ് വൺ വാസ് ഗോയിങ് ഓൺ ഇൻ ദ പാസ്റ്റ്, ദ സെക്കൻഡ് വൺ ഹാപ്പൻഡ്. അപ്പോൾ ആദ്യത്തെ കാര്യം ഇരിക്കുകയായിരുന്നു, അപ്പോൾ തന്നെ വേറൊരു കാര്യം സംഭവിച്ചു, അല്ലേ? ദ ഫസ്റ്റ് വൺ വാസ് ഗോയിങ് ഓൺ ഇൻ ദ പാസ്റ്റ്, ദെൻ ദ സെക്കൻഡ് തിങ് ഹാപ്പൻഡ്, അല്ലേ? ഐ വാസ് കുക്കിംഗ് ദ മീൽ വെൻ യു കോൾഡ് മീ. നീ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ മീൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് വെൻ യു കോൾഡ് ഹിം. നീ അവനെ വിളിച്ചപ്പോൾ അവൻ അവിടെ കളിക്കുകയായിരുന്നു. ഹി വാസ് ഗെറ്റിംഗ് റെഡി വെൻ ദ സ്കൂൾ ബസ് അറൈവ്ഡ്. സ്കൂൾ ബസ് എത്തിയപ്പോൾ അവൻ റെഡി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹി വാസ് ഗെറ്റിംഗ് റെഡി വെൻ ദ സ്കൂൾ ബസ് അറൈവ്ഡ്. കണ്ടില്ല? അപ്പോൾ 2 സംഭവങ്ങളാണ്, 2 പാസ്റ്റിലുള്ള 2 ആക്ഷൻസാണ് ഇവിടെ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ്? ദ ഫസ്റ്റ് വൺ വാസ് ഗോയിങ് ഓൺ, ദെൻ ദ സെക്കൻഡ് തിങ് ഹാപ്പൻഡ്. ഓക്കെ, നൗ മാച്ച് ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് കംപ്ലീറ്റ് സെൻറ്റൻസസ് ഇൻ ദ ലൈൻ ബിലോ. അപ്പോൾ ഇവിടെ 2 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളം വാട്ട് ഹാസ് ഹാപ്പനിങ്, വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിച്ചു കൊണ്ടിരുന്നത്. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്. ഇങ്ങനെ 2 കോളംസാണ്. ഈ കോളംസിൻ്റെ തമ്മിൽ മാച്ച് ചെയ്തിട്ട് താഴെയുള്ള ബ്ലാങ്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഓക്കെ, ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. പോൾ വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഹി വാസ് ലുക്കിംഗ് ഫോർ ഹിസ് ഡോഗ്. ഐ വാസ് completing the last answer. The man was painting the wall. Amit was doing his homework. My mother was cooking dinner. And the second column, what happened? The lights went out. The bell rang. He noticed a lovely butterfly. He fell off the ladder. I met Arun. My pen ran out. Ma'am said, stop writing. Now, the first one, I was writing a letter when dash.
ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ വെൻ ഡാഷ്. അപ്പോൾ ഈ സെക്കൻഡ് കോളത്തിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് അവിടെ മാച്ച് ചെയ്ത് എഴുതണം. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ തേർഡ് വൺ. വെൻ ഐ മെറ്റ് അരുൺ ഹി വാസ് ലുക്കിംഗ് ഫോർ ഹിസ് ഡോഗ്. ഇവിടെ വാട്ട് ഹാപ്പൻഡ് എന്നതാണ് ആദ്യം എടുത്തത് അല്ലേ. ഞാൻ അരുണിനെ മീറ്റ് ചെയ്തപ്പോൾ അരുണിൻ്റെ ഡോഗിനെ നോക്കുകയായിരുന്നു. വെൻ ഐ മെറ്റ് അരുൺ ഹി വാസ് ലുക്കിംഗ് ഫോർ ഹിസ് ഡോഗ്. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ രണ്ടും നമുക്ക് മാറ്റി എഴുതാം. വാട്ട് ഹാപ്പൻഡ് എന്നത് ആദ്യം എഴുതാം, അതിനുശേഷം വാട്ട് വാസ് ഹാപ്പനിങ് എന്നത് എഴുതാം. ഓക്കെ, please note that sometimes the order of the sentence changes. ഈ ഓർഡർ വാട്ട് വാസ് ഹാപ്പനിങ് അത് കഴിഞ്ഞ് വാട്ട് ഹാപ്പൻഡ്, ഈ ഓർഡർ ഉണ്ടല്ലോ അത് സം ടൈമിൽ അത് ചേഞ്ചസ് ആവും, ചില സമയങ്ങളിൽ അത് ചേഞ്ച് ആവും. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വാട്ട് വാസ് ഹാപ്പനിങ് എന്നത് പറയാം. വെൻ ഐ മെറ്റ് അരുൺ അതാണ് സംഭവിച്ചത്. ദെൻ ഹി വാസ് ലുക്കിംഗ് ഫോർ ഹിസ് ഡോഗ്. ഓക്കെ, now complete the following suitably. I was sitting in a taxi yesterday when dash. He was cleaning out his cupboard when dash. Dash a dog ran out into the road. Dash the teacher walked into the room. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, third one. When we compare two things or people, we add er or more to the describing word. ഇവിടെ പറയുന്നത് കമ്പാരിസനെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടോ അതിലധികമോ കാര്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ, നമ്മൾ താരതമ്യം ചെയ്യും. ഏതെങ്കിലും രണ്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കാര്യങ്ങളോ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നത്. വെൻ വി കമ്പയർ ടു തിങ്സ് ഓർ ടു പീപ്പിൾ, രണ്ട് വ്യക്തികളെയോ രണ്ട് തിങ്സിനെയോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വി ആഡ് er ഓർ മോർ ടു ദ ഡിസ്ക്രൈബിംഗ് വേർഡ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് യൂസ് ചെയ്യും അല്ലേ. ബ്യൂട്ടിഫുൾ, പിന്നെന്താ ടോൾ, നമ്മൾ ഉയരം പറയുകയാണെങ്കിൽ ടോൾ എന്ന് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ചില വാക്കുകളുടെ കൂടെ നമ്മൾ er എന്ന് ചേർക്കും. ഹി ഈസ് ടോളർ ദാൻ അരുൺ. അവൻ അരുണിനേക്കാളും നീളം കൂടുതലാണ്, ടോളാണ്. ടോളർ, ടോളിൻ്റെ കൂടെ er ചേർത്തു, ടോളർ. ഹി ഈസ് ടോളർ ദാൻ അരുൺ. അതുൽ ഈസ് ഫാസ്റ്റർ ദാൻ അരുൺ. ഫാസ്റ്റർ, ഫാസ്റ്റിൻ്റെ കൂടെ er ചേർത്തു, ഫാസ്റ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ അതുലിനെയും അരുണിനെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ടു പീപ്പിൾ അല്ലേ, രണ്ട് പേരെ കമ്പയർ ചെയ്യുന്നു. അവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണ്? ഫാസ്റ്റ് അല്ലേ, ഫാസ്റ്റ്, സ്പീഡ്, നമ്മൾ ആ വേഗത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫാസ്റ്റിൻ്റെ കൂടെ er ചേർത്തു, ഫാസ്റ്റർ. ഓക്കെ, അതുപോലെ ടോളർ, യങ്ങർ. ആഹിൽ ഈസ് യങ്ങർ ദാൻ ഗസൽ. ഗസലിനേക്കാളും യങ്ങാണ് ആഹിൽ. അപ്പം നമ്മൾ യങ്ങർ എന്ന് ചേർത്തു, er ചേർത്തു യങ്ങിൻ്റെ കൂടെ. ഓക്കെ, എന്നാൽ ചില വേർഡ്സിൻ്റെ കൂടെ നമ്മൾ er ചേർക്കില്ല. അപ്പം നമ്മൾ മോർ എന്നാണ് ചേർക്കുക. ഓക്കെ, ഇതെല്ലാം ടു തിങ്സിനെ അല്ലെങ്കിൽ ടു പീപ്പിളിനെ കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, മോർ. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ. നമ്മൾ ബ്യൂട്ടിഫുള്ളർ എന്നൊന്നും പറയില്ലല്ലോ, ഇല്ല. നമ്മൾ എന്താ പറയുക? മോർ ബ്യൂട്ടിഫുൾ. ഓക്കെ, മോർ ബ്യൂട്ടിഫുൾ. അപ്പം ഞാൻ പറയുകയാണ് സൺസെറ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സൺറൈസ്. ഓക്കെ, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ ഞാൻ എന്താ യൂസ് ചെയ്തേ? മോർ ബ്യൂട്ടിഫുൾ. അതുപോലെ ഡിഫിക്കൽട്ട്, അതിൻ്റെ കൂടെ മോർ ഡിഫിക്കൽട്ട്. ഓക്കെ, നൗ വെൻ വി കമ്പയർ ത്രീ തിങ്സ് ഓർ മോർ തിങ്സ് ഓർ പീപ്പിൾ വി ആഡ് est or most to the describing word. നമ്മൾ രണ്ട് പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ മൂന്ന് ആൾക്കാരെയോ അല്ലെങ്കിൽ മൂന്ന് തിങ്സിനെയോ അല്ലെങ്കിൽ അതിലധികം
ഒരുപാട് ആൾക്കാരെയോ തിങ്സിനെയോ കുറിച്ചൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ EST എന്നാണ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു ടോളർ എന്നല്ലേ, ടോളസ്റ്റ് എന്ന് യൂസ് ചെയ്യും. അതായത് ഷെഫിൻ ഈസ് ടോളസ്റ്റ് ഇൻ ദ ക്ലാസ്സിലെ ടോളസ്റ്റ് ആരാണ്? ഷെഫിനാണ്. അപ്പോൾ ക്ലാസ്സിലെ മൊത്തം സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ, ക്ലാസ്സിലെ മൊത്തം സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടോളസ്റ്റ് എന്ന് യൂസ് ചെയ്തു, EST ആഡ് ചെയ്തു. ഓക്കെ, അനദർ എക്സാമ്പിൾ, നഷ്വ ഈസ് ഫാസ്റ്റസ്റ്റ് എമംഗ് ദ ക്ലാസ്സിൽ ഫാസ്റ്റസ്റ്റ് ആരാണ്? നഷ്വയാണ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് EST യൂസ് ചെയ്തു. ഓക്കെ, നഷ്വ ഈസ് ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിലും വെച്ച് നഷ്വയാണ് ഫാസ്റ്റസ്റ്റ് EST. ഓക്കെ, അതുപോലെ നമ്മൾ മോർ യൂസ് ചെയ്യും, മോർ ഡിഫിക്കൽട്ട്. ഓക്കെ, ഫോർ മീ മാത്സ് ഈസ് മോർ ഡിഫിക്കൽട്ട് ഓഫ് ഓൾ ദ സബ്ജക്ട്സ്. എല്ലാ സബ്ജക്ട്സിലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാത്സ് ആണ് ഡിഫിക്കൽട്ട്. മോറല്ല, മോസ്റ്റ് ഡിഫിക്കൽട്ട്. കാരണം എല്ലാ സബ്ജക്ട്സിനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ സെയിൽ ബോട്ട് ഈസ് ഫാസ്റ്റ്. അപ്പോൾ ഒറ്റയ്ക്ക് പറയുകയാണ് സെയിൽ ബോട്ട് ഈസ് ഫാസ്റ്റ്. ഈ സെയിൽ ബോട്ട് നല്ല ഫാസ്റ്റാണ്. എന്നാൽ നമ്മൾ കാറിനെയും സെയിൽ ബോട്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യണം. ദി കാർ ഈസ് ഫാസ്റ്റർ ദാൻ ദ സെയിൽ ബോട്ട്. ഫാസ്റ്റർ ദാൻ എന്ന് ചേർത്തു. അതായത് സെയിൽ ബോട്ടിനേക്കാളും ഫാസ്റ്റ് കാറാണ്, വേഗത കാറിനാണുള്ളത്. ഫാസ്റ്റർ ദാൻ. ഓക്കെ, നമ്മൾ ദാൻ എന്ന് ചേർക്കുക. ടോളർ ദാൻ, ഫാസ്റ്റർ ദാൻ, അങ്ങനെ. ദ എയ്റോപ്ലെയിൻ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ. ഇതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആരാണ്? എയ്റോപ്ലെയിൻ ആണ്. ഓക്കെ, അതുപോലെ ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഹിറ്റിംഗ് എ ടാർഗറ്റ് ഈസ് ഡിഫിക്കൽട്ട്. Juggling caps is more difficult than hitting a target. Doing complicated magic tricks is the most difficult of them all. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ. ആദ്യം എന്താ പറഞ്ഞത്? ഹിറ്റിംഗ് എ ടാർഗറ്റ്. ഈ ടാർഗറ്റിന് നമ്മൾ എത്തുക എന്നത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ ജഗ്ലിംഗ് ഓഫ് ക്യാപ്സ് അതാണ് കൂടുതൽ ഡിഫിക്കൽട്ട്. എന്നാൽ കോംപ്ലിക്കേറ്റഡ് മാജിക് ട്രിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിഫിക്കൽട്ട്. അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്തത്? മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇൻ ദ സെയിം വേ യൂസിങ് ദ വേർഡ്സ് ഈസി ഓർ സ്ട്രോങ്. അപ്പം ഈസി അല്ലെങ്കിൽ സ്ട്രോങ് വെച്ചിട്ട് ഈ താഴെയുള്ള സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുക? ഈസിയർ, ഈസിയസ്റ്റ് അല്ലേ, അതുപോലെ സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ് അല്ലേ. Now complete the following in the same way using the words juicy or exciting. അപ്പോൾ ജ്യൂസീനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് മാറ്റുക? ജ്യൂസിയർ, ജ്യൂസിയസ്റ്റ്. എക്സൈറ്റിങ്ങിനെയോ? മോർ എക്സൈറ്റിംഗ്, മോസ്റ്റ് എക്സൈറ്റിംഗ് അല്ലേ. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചിട്ട് നിങ്ങൾ ആപ്റ്റായി എടുത്തത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ദ യൂസ് ഓഫ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസിലെ ഡിസ്ക്രൈബിംഗ് വേർഡ്സിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന വിധം നിങ്ങൾ മാറ്റണം, അതിനെ കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഫിഫ്ത്ത് വൺ, പങ്ക്ച്വേറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഫുൾ സ്റ്റോപ്സ്, കോമാസ്, ക്വസ്റ്റ്യൻ മാർക്സ്, അപ്പസ്ട്രോഫി, എക്സ്ക്ലമേഷൻ മാർക്ക് വേറെവർ നെസസറി. പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതെ, ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, അപ്പോസ്ട്രോഫി, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതെല്ലാമാണ് പങ്ക്ച്വേഷൻ മാർക്ക്. പിന്നെ ക്യാപിറ്റൽ ലെറ്ററും കൊടുക്കണം. നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ, ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം.
ഓക്കെ. സെൻറ്റൻസ് എൻഡ് ചെയ്യുമ്പോൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുക്കേണ്ടത്. അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്സ്ക്ലമേഷൻ, അതായത് എന്തെങ്കിലും അത്ഭുതങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുക്കണം. കോമ ആവശ്യമുള്ള സമയത്ത് കോമ കൊടുക്കണം. അപ്പോസ്ട്രോഫി ആവശ്യമുള്ളിടത്ത്, അതായത് നേഹാസ്, ആഹിൽസ്, നദീംസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പോസ്ട്രോഫി കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അപ്പോസ്ട്രോഫി കൊടുക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയാം. ഓക്കെ. താഴെ തന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസ് നോക്കൂ. ഡിയർ സമീർ. യെസ്, ഡിയർ. അതിൽ ഡി എന്ത് ചെയ്യണം? ക്യാപിറ്റലാക്കണം. ഡിയർ സമീർ അതൊരു നെയിമാണല്ലേ. നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽസിലായിരിക്കണം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റലായിരിക്കണം. അതുപോലെ നെയിംസ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ പ്ലേസ് ഒക്കെ, ഇതിനൊക്കെ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ആ ഇ ക്യാപിറ്റലിലായിരിക്കണം. മലയാളം എം ക്യാപിറ്റലിലായിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ പേരാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ എഴുതണം. ഒരു ചാപ്റ്ററിൻ്റെ പേരാണെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽസിൽ എഴുതണം. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഐ ആം സെൻഡിങ് അല്ല, ഐ ക്യാപിറ്റലായിരിക്കണം അല്ലേ. ഐ ആം സെൻഡിങ് യു എ ഫോട്ടോഗ്രാഫ് ഓഫ് മൈ ന്യൂവെസ്റ്റ് പെറ്റ് ഫ്രിസ്കി. പെറ്റിൻ്റെ പേരാണ് ഫ്രിസ്കി. അപ്പോൾ എഫ് ക്യാപിറ്റൽ. ഓക്കെ. ഇനി ബാക്കി നിങ്ങൾ അതുപോലെ ഈ പങ്ക്ച്വേഷൻസ് വേണ്ടെടുത്ത് പങ്ക്ച്വേഷൻസ് കൊടുക്കുക. ഓക്കെ. 6th one, punctuate the following sentences. ഓക്കെ, ഈ സെയിം വേയിൽ നിങ്ങൾ താഴെയുള്ള സെൻറ്റൻസസ് എന്ത് ചെയ്യണം? അതിന് പങ്ക്ച്വേഷൻ മാർക്സ് കൊടുക്കണം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ ജയൻ്റ്, അതായത് വലുത്, ഭയങ്കര ഭീമാകാരമായിട്ടുള്ള അല്ലേ, അങ്ങനെ ജയൻ്റ് ട്രീ. ലോകത്തിൽ ജയൻ്റ് ട്രീ ഏതാണ്? റെഡ് വുഡ് ട്രീസ് ഓഫ് കാലിഫോർണിയ. അതുപോലെ ജയൻ്റ് ബേർഡിൻ്റെ പേര്, ജയൻ്റ് ലാൻഡ് ആനിമലിൻ്റെ പേര്, ജയൻ്റ് വാട്ടർ ക്രീച്ചറിൻ്റെ പേര്, ജയൻ്റ് റെപ്റ്റൈലിൻ്റെ പേര്, ജയൻ്റ് എയ്റോപ്ലെയിൻ. ഇത്രയും നെയിംസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഓക്കെ. ക്രിയേറ്റീവ് റൈറ്റിംഗ്. യു വോക്ക് അപ്പ് വൺ മോർണിംഗ് ആൻഡ് ഫൗണ്ട് യുവർ സെൽഫ് ഇൻ ദ ലാൻഡ് ഓഫ് ഡ്വാർഫ്സ്. ഡ്വാർഫ്സ് എന്ന് പറഞ്ഞാൽ കുള്ളന്മാർ, ഉയരം ഇല്ലാത്തവർ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ നിങ്ങളൊരു കുള്ളന്മാരുടെ, വളരെ ഉയരം കുറഞ്ഞ മനുഷ്യരുടെ ഒരു നാട്ടിലാണ് നിങ്ങളുള്ളത്. ഓക്കെ. റൈറ്റ് പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് യുവർ എക്സ്പീരിയൻസസ് ദർ ആൻഡ് ഹൗ യു ഗോട്ട് ബാക്ക് ഹോം ഫൈനലി. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്തെഴുതണം, നിങ്ങളിപ്പോൾ ഉയരം കുറഞ്ഞ മനുഷ്യരുടെ നാട്ടിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ എക്സ്പീരിയൻസ്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണാൻ, അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയതെന്നും എഴുതണം. നിങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ. സോ യു ക്യാൻ ബിഗിൻ ലൈക്ക് ദിസ്. എവറിത്തിങ് അറൗണ്ട് മീ ലുക്ക്ഡ് ഡിഫറെൻറ്റ്. എനിക്ക് ചുറ്റുമുള്ള എല്ലാം വളരെ വിചിത്രമായിട്ട് തോന്നിയിരുന്നു. ഇത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് സെൻറ്റൻസസ് എഴുതാം. ഓക്കെ. So children, do these works and send them to me. See you in the next class.